നമസ്കാരം, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തമായ മാസ്റ്റർ മീര. ഇന്ന് യൂണിറ്റ് 5-ൻ്റെ പ്രധാനപ്പെട്ട 2 ടോപ്പിക്സായ ഇൻഡക്ഷൻ ആൻഡ് കോമ്പീറ്റൻസ് എന്നതാണ് നമ്മൾ പഠിക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നെറ്റിൻ്റെ എക്സാമിന് വേണ്ടി മാത്രമല്ല, ഇൻഡക്ഷൻ ഈ പറയുന്ന ടോപ്പിക്കുകൾ സിലബസിൽ ഉൾപ്പെടുന്ന സെറ്റ് എക്സാം പോലുള്ള കേരള സെറ്റ് സുവോളജി എക്സാമുകൾക്കൊക്കെ നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഈ ക്ലാസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. മറ്റൊരു കാര്യം എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇതുപോലുള്ള എക്സാമുകളിൽ നെറ്റ് പോലുള്ള എക്സാമുകളിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട 2 ക്വാളിറ്റിയാണ് ക്ഷമയും ശ്രദ്ധയും. വളരെ ക്ഷമയോടെ ശ്രദ്ധയോടെ നമ്മൾ ഓരോ ക്വസ്റ്റ്യനും വായിക്കേണ്ടതുണ്ട്. തീർച്ചയായും ഈ ഓൺലൈൻ ലേണിംഗ് നിങ്ങളതിനെ ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ എക്സാം ഓൺലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ വളരെ വലിയ ക്വസ്റ്റ്യൻസ് വളരെ ലോങ് ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ചെടുക്കാൻ തന്നെ നല്ലൊരു സമയം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ക്ഷമയോടെ ക്വസ്റ്റ്യൻ വായിക്കുക എന്നുള്ളത് ആദ്യ പടിയാണ്. വളരെ ചെറിയൊരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഉത്തരം വളരെ അനായാസന കണ്ടെത്താവുന്ന ഒരു ഉത്തരമായിരിക്കും. നമുക്കറിയാവുന്നൊരു കോൺസെപ്റ്റ് ആയിരിക്കും ആൻസറിൽ വരുന്നത്. ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും വളരെ എളുപ്പമായിരിക്കും. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വായിച്ചെടുക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രാധാന്യം. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഓരോ ക്ലാസ്സുകൾ വരുമ്പോഴും പൂർണ്ണമായും ക്ഷമയോടെ നിങ്ങളത് കേൾക്കാൻ ശ്രദ്ധിക്കണം. പ്ലേബാക്ക് സ്പീഡ് അല്പം കൂട്ടിയിട്ടിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിലും കുഴപ്പമില്ല, ക്ലാസ് കാണുന്നതെങ്കിലും അത് ഓക്കെയാണ്. പക്ഷേ പൂർണ്ണമായും ഒരു ക്ലാസ് കേൾക്കുമ്പോൾ മുഴുവനായിട്ടും ആ ക്ലാസ് കേൾക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ഓരോ ലൈൻ ബൈ ലൈൻ, ഇപ്പോൾ ഇതിനൊക്കെ പ്രത്യേകിച്ചൊരു പവർ പോയിൻറ്റ് പ്രസൻറ്റേഷൻ ഉണ്ടാക്കാതെ ആ ടെക്സ്റ്റ് ബുക്ക് തന്നെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കാര്യം നമുക്കൊരു ലൈൻ പോലും ഇതിനകത്തൊന്നും മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതുപോലെ ഗിൽബർട്ടിൻ്റെയും മറ്റും ടെക്സ്റ്റ് ബുക്കുകൾ, അല്ലെങ്കിൽ റെഫറൻസ് ടെക്സ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും ആ ലൈൻസ് അതുപോലെ തന്നെയാണ് നമുക്ക് ഈ നെറ്റ് എക്സാമിന് വരാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഓരോ ലൈനും നമ്മൾ വളരെ സസൂക്ഷ്മം പഠിക്കുന്നത്. സോ ശ്രദ്ധയോടെ പഠിക്കുക. ക്ലാസ്സിലേക്ക് കിടക്കാം. From the earliest stages of development through the adult, cell behaviors such as adhesion, migration, differentiation and division are regulated by signals from one cell being received by another cell. Indeed, these interactions are what allow organs to be constructed. And the development of the vertebrate eye is a classic example used to describe the modus operandi of tissue organization through intercellular interaction. അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം, മൈഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, ഡിവിഷൻ എന്നിങ്ങനെയുള്ള പല സെൽ ബിഹേവിയേഴ്സും, അല്ലേ? ഈ പല സെൽ ബിഹേവിയേഴ്സും സിഗ്നൽസ് കൊണ്ടാണ് റെഗുലേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഒരു സെല്ല് കൊടുക്കുന്ന സിഗ്നലിൽ നിന്നും, അല്ലേ, ഒരു സെല്ല് കൊടുക്കുന്ന ഒരു പാരാക്രൈൻ ഓർ ഒരു എൻഡോക്രൈൻ, ഏതൊരു സിഗ്നലാണെങ്കിലും ഒരു സെല്ല് കൊടുക്കുന്ന ഒരു സിഗ്നലിൽ നിന്നും മറ്റൊരു സെല്ലിന് ആ സിഗ്നൽ ലഭിക്കുകയും അത് അതിനെതിരെ റെസ്പോണ്ട് ചെയ്യുകയും ചെയ്തിട്ട് അങ്ങനെയുള്ള ഒരു ഇൻ്റർസെല്ലുലാർ ഇൻട്രാക്ഷൻ വഴിയാണ് ഓരോ സെല്ലിൻ്റെയും ഫേറ്റ്, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഓർഗൻ ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്നൊക്കെ നമുക്കറിയാം, അല്ലേ? അപ്പോൾ ഇതുപോലെ വെർട്ടിബ്രേറ്റ് ഐയുടെ ഒരു എക്സാമ്പിൾ, ഒരു ക്ലാസിക് എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നുണ്ട്. വെർട്ടിബ്രേറ്റ് ഐയുടെ ഒരു ക്ലാസിക് എക്സാമ്പിൾ നമുക്കറിയാം. എങ്ങനെയാണ് ഒരു സെല്ലിൻ്റെ ഇൻഡക്ഷൻ കൊണ്ട്, അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മറ്റൊരു സെല്ല് ഡെവലപ്പ് ചെയ്ത് വരുന്നതെന്ന് പഠിക്കുന്നതിൻ്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് വെർട്ടിബ്രേറ്റ് ഐ ലെൻസ് ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എനിവേ ഒരു സെല്ല് മറ്റൊരു സെല്ലിനെ അതിൻ്റെ സെൽ ഫേറ്റ് നിർണ്ണയിക്കുന്നതിൽ അത് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അപ്പോൾ അതാണ് നമ്മളിവിടെ ഇൻഡക്ഷനിലൂടെ പറയാൻ പോകുന്നത്. ഓക്കെ, ഇൻഡക്ഷൻ എന്ന ഒരു കോൺസെപ്റ്റിലൂടെ വിശദീകരിക്കാൻ പോകുന്നത്. ഒരു സെൽ മറ്റൊരു സെല്ലിൻ്റെ ഷേപ്പിനെ, അതിൻ്റെ മൈറ്റോട്ടിക് റേറ്റിനെ, സെൽ ഫേറ്റ് എന്നിവയെ ചേഞ്ച് ചെയ്യാൻ ഒരു സെല്ലിന് കഴിയുന്നു എങ്കിൽ ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻ അറ്റ് ക്ലോസ് റേഞ്ച് ബിറ്റ്വീൻ 2 or more cell or tissues of different histories and properties are called induction. അല്ല, വ്യത്യസ്തമായ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ പ്രോപ്പർട്ടിയുള്ള 2 സെല്ലുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കൊണ്ട്, അല്ലെങ്കിൽ ഒരു സെല്ലിൻ്റെ ഫേറ്റിനെ മാറ്റാൻ കഴിയുമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു പ്രോസസ്സാണ് ദിസ് കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ ഈസ് കോൾഡ് ഇൻഡക്ഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻഡക്ഷൻ എന്ന് വിളിക്കുന്നത് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ദെൻ ഡിഫൈനിങ് ഇൻഡക്ഷൻ ആൻഡ് കോമ്പീറ്റൻസ്. There are at least 2 components to every inductive interaction.
ഇൻഡക്റ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും 2 സെല്ലുകൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് അവിടെയുണ്ട്. ഓരോ ഇൻഡക്റ്റീവ് ഇൻട്രാക്ഷനും അറ്റ്ലീസ്റ്റ് 2 കമ്പോണൻസ് ഉണ്ടാവണം. ദ ഫസ്റ്റ് കമ്പോണൻറ്റ് ഈസ് ദ ഇൻഡ്യൂസർ, അല്ലെ, ആരാണോ ഇൻഡ്യൂസ് ചെയ്യുന്നത് അയാൾ ഉണ്ടാവണം. ദ ടിഷ്യൂ ദാറ്റ് പ്രൊഡ്യൂസസ് എ സിഗ്നൽ ഓർ സിഗ്നൽസ് ദ ചേഞ്ചസ് ദ സെല്ലുലാർ ബിഹേവിയർ ഓഫ് ദ അതർ ടിഷ്യൂ, that is called inducer. Often this signal is secreted protein called paracrine factor. ഇതുപോലുള്ള സിഗ്നൽസ് എന്ന് പറയുന്നത് ഒരു സെൽ ഒരു സിഗ്നൽ പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞു, അത് ഇറ്റ് മേ ബി പാരാക്രൈൻ ഫാക്ടർ. പൊതുവെ അതൊരു പാരാക്രൈൻ ഫാക്ടർ ആവാനാണ് സാധ്യത. Paracrine factors are proteins made by a cell or group of cell that alter the behavior or differentiation of adjacent cells. കാരണം അത് മാട്രിക്സ് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിലേക്കാണ് ഈ പാരാക്രൈൻ ഫാക്ടേഴ്സ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് പൊതുവെ പാരാക്രൈൻ ഫാക്ടേഴ്സ് ആയിരിക്കും ഇതുപോലുള്ള ഇൻഡക്ഷന് കാരണമാകുന്നത് നമുക്ക് പറയാം. ഓക്കെ, പാരാക്രൈൻ ഫാക്ടേഴ്സ് ആർ പ്രോട്ടീൻസ് മെയ്ഡ് ബൈ എ സെൽ ഓർ എ ഗ്രൂപ്പ് ഓഫ് സെൽ that alter the behavior or differentiation of adjacent cell. In contrast to endocrine factors, അതായത് endocrine factors means hormones which travel through the blood and exert their effects on cells and tissues far away, paracrine factors are secreted into the extracellular space and influence their close neighbors. അല്ലേ, എൻഡോക്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഹോർമോൺസ് ആണ്. ദേ റിലീസ് ഇൻ ടു ദ ബ്ലഡ്, അല്ലേ, ബ്ലഡിലേക്കാണ് പോകുന്നത്. ആൻഡ് എക്സെപ്റ്റ് ദയർ എഫക്ട്സ് ഓൺ ദ സെൽസ് ആൻഡ് ടിഷ്യൂ, അല്ലേ. പക്ഷെ പാരാക്രൈൻ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ സെക്രീറ്റഡ് ഇൻ ടു ദ എക്സ്ട്രാ സെല്ലുലാർ സ്പേസ്, അല്ലെ, 2 സെല്ല് ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ സെല്ലുലാർ സ്പേസിലേക്കാണ് ഇവ സെക്രേറ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. ഇങ്ങനെ എക്സ്ട്രാ സെല്ലുലാർ സ്പേസിൽ വരുമ്പോഴുണ്ടാകുന്ന അതിൻ്റെ സെൽ എൻവയോൺമെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് അതിൻ്റെ നെയ്ബറിങ് സെൽസിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, അല്ലേ. സോ ഇവിടെ പാരാക്രൈൻ ഫാക്ടേഴ്സാണ് മെയിൻലി ഈ ഒരു ഇൻഡക്ഷന് കാരണമാകുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ദ സെക്കൻഡ് component that the responder, first one was the inducer and the second component is responder, and it is the cell or tissue being induced, അല്ലേ. ഏത് ടിഷ്യൂ ആണോ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നത് അതിനെയാണ് നമ്മൾ റെസ്പോണ്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സെൽസ് ഓഫ് ദ റെസ്പോണ്ടിങ് ടിഷ്യൂ മസ്റ്റ് ഹാവ് ബോത്ത് റിസപ്റ്റർ പ്രോട്ടീൻ ഫോർ ദ ഇൻഡ്യൂസിങ് ഫാക്ടർ ആൻഡ് ദ എബിലിറ്റി ടു റെസ്പോണ്ട് ടു ദ സിഗ്നൽ, അല്ലേ. ഈ ഒരു സിഗ്നലിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കഴിവ് തീർച്ചയായിട്ടും ഈ റെസ്പോണ്ടർ സെല്ലിന് ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ ആ എബിലിറ്റി ടു റെസ്പോണ്ട് ടു എ സ്പെസിഫിക് ഇൻഡക്റ്റീവ് inductive signal is called a competence. Okay, the ability to respond to a specific inductive signal is called competence. ഒരു പർട്ടിക്കുലർ സെല്ലിൻ്റെ ഇൻഡക്ഷൻ സിഗ്നൽസിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോംപീറ്റൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻഡക്ഷൻ എന്താണെന്ന് മനസ്സിലായി, കോംപീറ്റൻസ് എന്തെന്ന് മനസ്സിലായി. ഇനി ഇത് എങ്ങനെയാണ് നമ്മളുടെ വെർട്ടിബ്രേറ്റ് ഐ ഇൻഡക്ഷന് സാധ്യമാക്കുന്നത്, അല്ലെങ്കിൽ അതിനൊരു എക്സാമ്പിളായിട്ടുള്ള ബിൽഡിംഗ് ദ വെർട്ടിബ്രേറ്റ് ഐ, അത് നമുക്കൊന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഓരോ ലൈനും ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കാം. ഇൻ ദ ഇനീഷ്യേഷൻ ഓഫ് ദ വെർട്ടിബ്രേറ്റ് ഐസ്, paired regions of the brain bulge out and approach the surface ectoderm of the head. The head ectoderm is competent to respond to the paracrine factors made by these brain bulges, that means the optic vesicles. Okay, അപ്പോൾ ഇവിടെ പറയുന്നത് വെർട്ടിബ്രേറ്റ് സൈറ്റ്സിൻ്റെ ഐസിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് പെയർഡ് റീജിയൻസ് ഓഫ് ദ ബ്രെയിൻ, അല്ലേ. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡെവലപ്മെൻറ്റ് നടക്കുന്ന സമയത്ത് ഒപ്റ്റിക് വെസിക്കിൾസ് അല്ലെങ്കിൽ ബ്രെയിൻ ബൾജസ് എന്ന് പറയുന്ന ഒരു റീജിയൻ ഉണ്ടെന്ന് കരുതുക. ഈ റീജിയൻ്റെ ഈ ഒരു ബ്രെയിൻ ബൾജസ് എന്ന് പറയുന്നത് ദേ അപ്രോച്ച് ദ സർഫസ് എക്ടോഡേം ഓഫ് ദ ഹെഡ്. ഇത് സർഫസ് എക്ടോഡേം ഓഫ് ദ ഹെഡ് ആണെന്ന് വിചാരിക്കുക. ഇതിലേക്ക് ഇതിങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു. അപ്പോൾ അതായത് അടുത്തടുത്ത് വരുന്നു, അല്ലേ. സർഫസ് എക്ടോഡേം, ഹെഡ് എക്ടോഡേമിലേക്ക് ഈ ബ്രെയിൻ ബൾജസ് വളരെ ക്ലോസ്ലി അത് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ഈ ഹെഡ് എക്ടോഡേം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോമ്പീറ്റൻ്റ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് കോമ്പീറ്റൻ്റ് മീൻസ് ഇറ്റ് ക്യാൻ റെസ്പോണ്ട് ടു ദ സിഗ്നൽസ് ഗീവൺ ബൈ ദ ബ്രെയിൻ ബൾജസ് കൊടുക്കുന്ന സിഗ്നൽസിനോട് റെസ്പോണ്ട് ചെയ്യാൻ ആർക്ക് കഴിവുണ്ട്? ഹെഡ് എക്ടോഡേമിന് കഴിവുണ്ട്. Okay, so head ectoderm is competent to respond to the paracrine factors made by these brain bulges, that means the optic vesicles. Okay, and the head ectoderm receiving these paracrine factors is induced to form the lens of the eye. ശ്രദ്ധിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇങ്ങനെ
ഈ ബ്രെയിൻ ബൾജസിനോട് റെസ്പോണ്ട് ചെയ്യുന്ന ഹെഡ് എക്ടോഡാം എന്താണ് ഡെവലപ്പ് ചെയ്യുന്നത്? ലെൻസ്, ഐ ലെൻസ് ഡെവലപ്പ് ചെയ്യുന്നു. Genes for lens proteins become induced in head ectoderm cells and are expressed in these cells. And we know the Rho family GTPases. Okay, the Rho family GTPases are activated to control the elongation and curvature of the lens fibers. അപ്പോൾ ഹെഡ് എക്ടോഡാം എന്ന് പറയുന്ന ഇത് ഹെഡ് എക്ടോഡാം എന്ന് വിചാരിക്കുക. ഈ ഹെഡ് എക്ടോഡാം ഡെവലപ്പ് ചെയ്ത് ഐ ലെൻസായിട്ട് മാറണമെങ്കിൽ ഇവിടെ ആക്ടിവേറ്റ് ചെയ്യപ്പെടേണ്ട പ്രോട്ടീൻ ഫാമിലി ദ റോ ഫാമിലി GTPases ആണ്. ദ റോ ഫാമിലി GTPases ആർ ആക്ടിവേറ്റഡ് ടു കൺട്രോൾ ദ ഇലോങ്ങേഷൻ ആൻഡ് കർവേച്ചർ. അവിടെ നിന്ന് ആ സെല്ലുകൾ ഹെഡ് എക്ടോഡാം ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട് ഇലോങ്ങേഷൻ നടന്ന് കർവേച്ചർ അല്ലെങ്കിൽ ലെൻസ് ഫൈബേഴ്സിൻ്റെ കർവേച്ചറൊക്കെ ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നത് റോ ഫാമിലി GTPases ആണ്. ഇവ ആക്ടിവേറ്റ് ചെയ്യപ്പെടണം. ഓക്കെ, മോറോവർ അത് മാത്രമല്ല മറ്റൊന്ന്, the prospective lens cells secrete paracrine factors that instruct the optic vesicle to form the retina. അപ്പോൾ ശ്രദ്ധിക്കണേ, ഇത് നിങ്ങൾ വിചാരിക്കുക ഇത് ഹെഡ് എക്ടോഡാം ആണെന്ന് വിചാരിക്കുക. ദിസ് ഈസ് ദ ഹെഡ് എക്ടോഡാം. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ ബ്രെയിൻ ബൾജസ്. ഓക്കെ, സോ brain bulges gives a signal to the head ectoderm, and the head ectoderm started to form the ലെൻസ്, ഐ ലെൻസ് ഫോം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ ഐ ലെൻസ് ഇനി എന്ത് ചെയ്യുന്നു? ദിസ് ഇസ് ദ ഐ ലെൻസ്, EL എന്ന് കൊടുക്കുന്നു. ഈ ഐ ലെൻസ് തിരിച്ചൊരു സിഗ്നൽ ആരിലേക്ക് കൊടുക്കുന്നു? തീർച്ചയായിട്ടും ഈ ബ്രെയിൻ ബൾജസ് ഞാൻ BB എന്ന് കൊടുക്കുകയാണ്. ഈ BBയിലേക്ക് തിരിച്ചൊരു സിഗ്നൽ കൊടുക്കുകയാണ്. തിരിച്ചൊരു പാരാക്രൈൻ ഫാക്ടർ, ഈ ലെൻസ് സെൽസ്, ഐ ലെൻസ് സെൽസ് ഒരു പാരാക്രൈൻ ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവ തിരിച്ച് ഈ BBക്ക്, ദാറ്റ് മീൻസ് ബ്രെയിൻ ബൾജസിന് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. അങ്ങനെ ബ്രെയിൻ ബൾജസ് എന്തായിട്ട് മാറുന്നു എന്നറിയാമോ? റെറ്റിനയായിട്ട് മാറുന്നു. ഐയുടെ റെറ്റിന ആയിട്ട് മാറുന്നു. എന്തായി മാറുന്നു? റെറ്റിനയായിട്ട് മാറുന്നു. ബ്രെയിൻ ബൾജസ് ബിക്കം ദ റെറ്റിന ആൻഡ് ദ ഹെഡ് എക്ടോഡം ബിക്കംസ് ദ ഐ ലെൻസ് സെൽസ് എന്ന് മനസ്സിലായല്ലോ. ഓക്കെ, ദെൻ ദസ് ദ ടു മേജർ പാർട്സ് ഓഫ് ദ ഐ കൺസ്ട്രക്ട് ഈച്ച് അതർ, അല്ലേ? അതായത് ഇവ രണ്ടും പരസ്പരം എന്ത് കൊടുക്കുന്നുണ്ട്? ഒരു സിഗ്നൽ കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ബ്രെയിൻ ബൾജസ് ഹെഡ് എക്ടോഡമിന് കൊടുക്കുന്നു. ഹെഡ് എക്ടോഡം ഇൻഡ്യൂസ് ചെയ്യപ്പെട്ട് തിരിച്ച് ഒരു പാരാക്രൈൻ ഫാക്ടർ തിരിച്ച് ബ്രെയിൻ ബൾജസിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ലെൻസിൻ്റെയും അതുപോലെ തന്നെ റെറ്റിനയുടെയും ഡെവലപ്മെൻറ്റിന് കാരണമാകുന്നു. ഓക്കെ, സോ ഹിയർ ഐ ഫോംസ് ഫ്രം റെസിപ്രോക്കൽ പാരാക്രൈൻ ഇൻട്രാക്ഷൻ. ഇത്തരത്തിലുള്ള ഇൻട്രാക്ഷൻ നമ്മൾ വിളിക്കുന്നത് റെസിപ്രോക്കൽ പാരാക്രൈൻ ഇൻട്രാക്ഷൻ എന്നാണ്. The head ectoderm is the only region capable of responding to the optic vesicle. മറ്റൊരു കാര്യമാണ്, ഒപ്റ്റിക് വെസിക്കിളിനോട് അല്ലെങ്കിൽ ബ്രെയിൻ ബൾജസിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് കഴിയുന്ന ഒരേ ഒരു സെൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹെഡ് എക്ടോഡം സെൽസ് ആണ്. ഹെഡ് എക്ടോഡം സെൽസ് മാത്രമേ അതിന് കോമ്പീറ്റഡ് ആയിട്ടുള്ളൂ. ഓക്കെ, ഇഫ് ആൻ ഒപ്റ്റിക് വെസിക്കിൾ ഫ്രം എ സീനോപ്പസ് ലേവിസ് എംബ്രിയോ, അതായത് ഒരു ആംഫിബിയൻ എംബ്രിയോയുടെ ഒപ്റ്റിക് വെസിക്കിൾസ് ഇസ് പ്ലേസ്ഡ് അണ്ടർനെത്ത് ഹെഡ് എക്ടോഡം ഇൻ എ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ ഹെഡ് ഫ്രം where the frog's optic vesicle normally occurs, the vesicle will induce that ectoderm to form lens tissue. Okay, and trunk ectoderm however will not respond to the optic vesicle. അപ്പം നിങ്ങൾ സിംപ്ലി പറയുകയാണെങ്കിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ബ്രെയിൻ ബൾജസിൻ്റെ ഈ ഒപ്റ്റിക് വെസിക്കിൾസിൻ്റെ സെൽസിനെ ട്രങ്ക് എക്ടോഡോമിൻ്റെ ഭാഗത്ത് ട്രങ്ക് എക്ടോഡോമിലേക്ക് കൊണ്ടുപോയി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരിക്കലും എന്ത് ഫോം ചെയ്യില്ല? അവിടെ ഒരിക്കലും ഐ ഡെവലപ്മെൻറ്റ്, അല്ലേ? ഐ ഡെവലപ്മെൻറ്റ് അവിടെ നടക്കില്ല. അതേസമയം ഇവയെ ബ്രെയിൻ ബൾജസിനെ നമ്മൾ ഇവിടെ തന്നെ കൊണ്ടുപോയി ഹെഡ് എക്ടോഡോമിൻ്റെ അടുത്ത് തന്നെ വെച്ചാൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? ഐ ഡെവലപ്മെൻറ്റ് നടക്കുകയുള്ളൂ എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, ഓർത്തിരിക്കുക. ഓക്കെ, if an optic vesicle from a Xenopus levis embryo is placed underneath head ectoderm in a different part of the head, optic vesicle normally occur. Okay, പക്ഷേ ട്രങ്ക് എക്ടോഡമിൻ്റെ അടുത്താണെങ്കിൽ ഇറ്റ് വിൽ നോട്ട് റെസ്പോണ്ട് ടു ദ ഒപ്റ്റിക് വെസിക്കിൾ ആൻഡ് നോ ഐ ഡെവലപ്മെൻറ്റ് ഈസ് ദെയർ. ഓക്കെ, ഓൺലി ഹെഡ് എക്ടോഡം ഈസ് കോമ്പിറ്റൻറ്റ് ടു റെസ്പോണ്ട് ടു ദ സിഗ്നൽസ് ഫ്രം ഒപ്റ്റിക് വെസിക്കിൾ പ്രൊഡ്യൂസിങ് ലെൻസ്. ഓക്കെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പഠനങ്ങൾ പറയുന്നത് നമ്മുടെ വെർട്ടിബ്രേറ്റ്സിൻ്റെ കേസിലൊക്കെ ഹെഡ് എക്ടോഡമാണ് നമുക്ക് ഒപ്റ്റിക് വെസിക്കിൾസുമായിട്ട് പിന്നെ ജോയിൻ ചെയ്ത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്ത് നമുക്ക് ഐ ഡെവലപ്മെൻറ്റ് തരുന്നതെങ്കിലും ആംഫിബിയൻസിൻ്റെ കേസിൽ പറയുന്നത്
ഗട്ട് എൻഡോഡോം, ഫോർഗട്ട് എൻഡോഡോമും അതുപോലെ ഹാർട്ട് ഫോമിങ് മീസോഡോമും ഒക്കെയാണ് ഈ ഒരു ഇൻഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ഇൻഡ്യൂസറായിട്ട് വർക്ക് ചെയ്യുന്നത് ഫോർഗട്ട് എൻഡോഡോം അതുപോലെ ഹാർട്ട് ഫോമിങ് മീസോഡോം ഒക്കെയാണ് എന്ന് പറയുന്നു. ഓക്കെ, മിഡ് ഗാസ്ട്രുല സ്റ്റേജസിൽ ഇവയാണ് പിന്നെ ലെൻസ് ഫോർമേഷന് സഹായിക്കുന്നതെന്ന് പറയുന്നു. ഓക്കെ, എനിവേ ദ ആൻറ്റീരിയർ ന്യൂറൽ പ്ലേറ്റ് മേ പ്രൊഡ്യൂസ് ദ നെക്സ്റ്റ് സിഗ്നൽസ് ഇൻക്ലൂഡിങ് എ സിഗ്നൽ ദാറ്റ് പ്രൊമോട്ട് ദ സിന്തസിസ് ഓഫ് പെയ്ഡ് ബോക്സ് 6. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പെയ്ഡ് ബോക്സ് 6 ഓർ പാക്ക് 6 എന്ന് പറയുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ് in the anterior ectoderm which is required for the competence to respond to the optic vesicle signal. അപ്പോൾ പലപ്പോഴും ഇപ്പോൾ ഒപ്റ്റിക് വെസിക്കിൾ കൊടുക്കുന്ന സിഗ്നലിനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യാനായിട്ടൊരു കോമ്പിറ്റൻസ് നൽകുന്ന കോമ്പിറ്റൻസ് ഈ പറയുന്ന ഹെഡ് എക്ടോഡോമിനും അല്ലെങ്കിൽ ഇപ്പോൾ ഏത് എക്ടോഡോം അല്ലെങ്കിൽ മീസോഡോം ആണെങ്കിലും ആംഫിബിയൻസിൻ്റെ കേസിലാണെങ്കിലും ശരി, വെർട്ടിബ്രേറ്റ്സിൻ്റെ കേസിൽ വെർട്ടിബ്രേറ്റ് മീൻസ് എന്താ ഹ്യൂമൻസ് ഓർ അല്ലെങ്കിൽ റാറ്റ് ഇതിൻ്റെയൊക്കെ കേസിലാണെങ്കിലും പാക്ക് 6 എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഈ ഒരു കോമ്പിറ്റൻസ് ഈ പർട്ടിക്കുലർ ഹെഡ് എക്ടോഡമിന് കൊടുക്കുന്നത് പാക്ക് 6 ആണ്. പാക്ക് 6 എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെയ്ഡ് ബോക്സ് 6 എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. സോ ഓൾദോ ദ ഒപ്റ്റിക് വെസിക്കിൾ അപ്പിയേഴ്സ് ടു ബി ദ ലെൻസ് ഇൻഡ്യൂസർ, ദ ആൻറ്റീരിയർ എക്ടോഡം has already been induced by at least 2 other tissue. Optic vesicle situation is like that of player who kicks the winning goal in a soccer match. Yet many others help the position that ball for the final kick. അപ്പോൾ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പൊസിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഹെഡ് എക്ടോഡോമിനെ അടുത്തേക്ക് അല്ലെങ്കിൽ ഹെഡ് എക്ടോഡോമിനെ ഇൻഡ്യൂസ് ചെയ്യാനായിട്ട് ഒപ്റ്റിക് വെസിക്കിൾസിന് കഴിയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇപ്പോൾ നമ്മൾ പറഞ്ഞു പാക്ക് 6 എന്ന് പറയുന്ന ഒരു ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ഈ ആൻറ്റീരിയർ എക്ടോഡോമുകളിൽ വാട്ടെവർ ഇറ്റ് ഈസ്, അതിപ്പോൾ ഹെഡ് എക്ടോഡോം ആണെങ്കിലും അല്ലെങ്കിൽ ഏതാണോ കോമ്പിറ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഒപ്റ്റിക് വെസിക്കിൾസിനെതിരെ കോമ്പിറ്റൻ്റ് ആയിട്ട് നിൽക്കുന്നത് അവരിൽ ഈ പാക്ക് 6 എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ്. പാക്ക് 6 എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ടാണ് ഇതിനൊരു കോമ്പിറ്റൻസ് കിട്ടുന്നതെന്ന് പറയാം. ഒപ്റ്റിക്കൽ വെസിക്കിളിൻ്റെ സിഗ്നൽസിന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കോമ്പിറ്റൻസ് ലഭിക്കുന്നത് പാക്ക് 6 എന്ന് പറയുന്ന ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ്, അതിൻ്റെ സിന്തസിസ് നടക്കുന്നത് കൊണ്ടാണ് എന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദെൻ ആംഫിബിയൻ ലെൻസ് ഇൻഡക്ഷൻ്റെ ഒരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം മിഡ് ഗാസ്ട്രുല സ്റ്റേജിൽ എൻഡോഡം ഫോർഗട്ട് കണ്ടത്. ഹിയർ യു ക്യാൻ സീ ദ എൻഡോഡം കാണാം, അതുപോലെ തന്നെ ഡോർസൽ മീസോഡം കാണാം. ആൻഡ് ഹിയർ ഈസ് ദ എക്ടോഡം റീജിയൻ കാണാം. എക്ടോഡം റീജിയൻ പ്രിസംറ്റീവ് ലെൻസ് എക്ടോഡമാണ്. എക്ടോഡം റീജിയനുമായിട്ട് ഈ ഫോർഗട്ട് എൻഡോഡമിനും അതുപോലെ ഡോർസൽ മീസോഡമിനുമൊക്കെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ക്ലോസ് പൊസിഷൻ രണ്ടും വളരെ വളരെ അടുത്തായിട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന മീസോഡോമിനും എൻഡോഡോമിനുമൊക്കെ ഈ പ്രിസംറ്റീവ് ലെൻസ് എക്ടോഡോമിലേക്ക് ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഈ ആംഫിബിയൻ ലെൻസ് ഇൻഡക്ഷനിൽ കാണാം. അങ്ങനെ OTX2 എന്ന് പറയുന്ന ലെൻസ് എക്ടോഡോമുകളിൽ OTX2 എന്ന് പറയുന്ന ഒരു ട്രാൻസ്മിഷൻ ഫാക്ടർ പിന്നെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. ഈ OTX2 അതുപോലെ തന്നെ പാക്ക് 6 എക്സ്പ്രസ്ഡ് ഇൻ ദ ലെൻസ് എക്ടോഡം. OTX2 ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടാൽ പിന്നെ പാക്ക് 6 എന്ന് പറയുന്ന ഫാക്ടർ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. അതിനെ തുടർന്ന് പിന്നെ OTX2, പാക്ക് 6, SOX3 ആൻഡ് LMAF ഇതെല്ലാം ഈ ലെൻസ് എക്ടോഡോമുകളിൽ പിന്നെ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. ഇതെല്ലാം OTX2, പാക്ക് 6, SOX3, LMAF എന്നൊക്കെ പറയുന്ന ഇതെല്ലാം ട്രാൻസ്മിഷൻ ഫാക്ടേഴ്സാണ്. ഇവ അവിടെ പ്രിസംറ്റീവ് ലെൻസ് എക്ടോഡോമിൽ പിന്നെ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്നത് അവ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നത് കഴിയുമ്പോൾ സംഭവിക്കുക നമുക്ക് കാണാം. ദിസ് ഇസ് ദ ഒപ്റ്റിക് വെസിക്കിൾ. ഇവിടെ ഫോർഗട്ട് എൻഡോഡോം നമുക്ക് ഇത് ഫാരിങ്സിൻ്റെ റീജിയൻ, അതായത് ഗട്ട് റീജിയനായിട്ട് മാറിക്കഴിഞ്ഞു കാണാം. ഓക്കെ, അപ്പോൾ എനിവേ ഇതെല്ലാം എക്സ്പ്രസ് ചെയ്യപ്പെടുമ്പോൾ FGF8, BMP4 എന്നിവ ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നു. ഈ FGF8ഉം BMP4ഉം ഒക്കെ വളരെ അത്യാവശ്യമാണ്. ഇവ ചില പാരാക്രൈൻ ഫാക്ടേഴ്സാണ്. ഇവ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു അത് കോമ്പിറ്റൻസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ലെൻസ് ആൻഡ് റെറ്റിന ഡെവലപ്മെൻറ്റിനും ഒക്കെ വേണ്ടിയിട്ട് പിന്നീട് ഇവ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് റീഡ് ചെയ്ത് നോക്കാം.
The optic vesicle appears to secrete two paracrine factors, one of which is BMP4. BMP4, a protein that is received by the lens cells and induces the production of SOX transcription factors, and the other is FGF8, a secreted signal that induces appearance of the LMAF transcription factor, and this combination of PAX6, SOX2, LMAF in the ectoderm is needed for the production of lens and the activation of lens specific genes such as delta crystallin. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ വെർട്ടിബ്രേറ്റ് ഐ ലെൻസ് ഡെവലപ്മെൻ്റ് ആണ് പ്രധാനമായിട്ടും ഈ ഒരു ഇൻഡക്ഷൻ എക്സാമ്പിൾ പറയുന്നതെങ്കിലും ഈ ആംഫിബിയൻ ഇൻഡക്ഷൻ സിനോപ്പസ് ലെവിസിലെ ഇൻഡക്ഷനും കൂടെ നിങ്ങൾ ഓർത്തിരിക്കണം. കാരണം അതിനകത്ത് കുറേ ഫാക്ടേഴ്സ് പാരാക്രൈൻ ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആണ്, ഓർത്തിരിക്കുക. സോ BMP4 എന്ന് പറയുന്ന BMP4 എന്ന് പറയുന്ന ഒരു പ്രോട്ടീനാണ്. ആ പ്രോട്ടീനാണ് ലെൻസ് സെൽസ്, എ പ്രോട്ടീൻ ദാറ്റ് ഈസ് റിസീവ്ഡ് ബൈ ദ ലെൻസ് സെൽസ് ആൻഡ് ഇൻഡ്യൂസസ് ദ പ്രൊഡക്ഷൻ ഓഫ്. അപ്പോൾ ഈ BMP4 എന്ന് പറയുന്നൊരു പ്രോട്ടീൻ അത് റിസീവ് ചെയ്യുന്നത് ലെൻസ് സെൽസ് അല്ലെ, ഫോം ചെയ്യുന്ന ലെൻസ് സെൽസ് ആണ്. ഈ ലെൻസ് സെൽസ് എന്നിട്ട് ഇൻഡ്യൂസ് ചെയ്തപ്പെട്ട് SOX ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ SOX ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് BMP4ൻ്റെ ആക്ടിവേഷൻ കൊണ്ടാണെന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ മറ്റൊന്നാണ് FGF8 എന്ന് പറയുന്നത്. അതും ഒരു സെക്രീറ്റഡ് സിഗ്നലാണ്. ദാറ്റ് ഇൻഡ്യൂസസ് ദ അപ്പിയറൻസ് ഓഫ് മറ്റ് ഒരു LMAF ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിനെ അത് എന്ത് പറയുന്നു, ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ ഡയഗ്രത്തിൽ അതൊന്നുകൂടെ നോക്കാം. FGF8 ആൻഡ് BMP4 കേട്ടോ. FGF8 ആൻഡ് BMP4 ആണ് SOX ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ടത്. അതുപോലെ തന്നെ FGF8 ആണ്. FGF8 ഈസ് റിലേറ്റഡ് വിത്ത് LMAF ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ ഇവിടെ ഒരു കോമ്പിനേഷൻ, ദ കോമ്പിനേഷൻ ഓഫ് PAX6 പെയർഡ് ബോക്സ് 6 ഫാക്ടറും SOX2 ആൻഡ് LMAF ഇൻ ദ എക്ടോഡേം. ഇവ മൂന്നും എക്ടോഡേമിൽ, അപ്പോൾ സംശയം എക്ടോഡേം സെൽസിൽ ആവശ്യമാണ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ലെൻസ് ആൻഡ് ആക്ടിവേഷൻ ഓഫ് ലെൻസ് സ്പെസിഫിക് ജീൻസ് സച്ച് ആസ് ഡെൽറ്റ ക്രിസ്റ്റലിൻ. ഡെൽറ്റ ക്രിസ്റ്റലിൻ എന്ന് പറയുന്ന ലെൻസ് സ്പെസിഫിക് ജീൻസിൻ്റെ ആക്ടിവേഷന് വേണ്ടിയിട്ട് ഈ ഫാക്ടേഴ്സ് എല്ലാം തന്നെ ആവശ്യമാണ്. And PAX6 is important in providing the competence for the ectoderm to respond to the inducers from optic cup. PAX6 ആണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം if PAX6 is lost, whether it is in fruit flies, frogs, rats or humans, it results in a complete loss or reduction of the eyes. PAX6 എന്ന് പറയുന്നതാണ് ഇതിൽ തന്നെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടർ. PAX6ൻ്റെ ഫോർമേഷൻ ഉണ്ടായിട്ടില്ല എങ്കിൽ നമുക്ക് പറയാം കംപ്ലീറ്റ് ലോസ് ഓഫ് ഐസ് ആണ്. അതിപ്പോൾ ഏത് ഫ്രൂട്ട് ഫ്ലൈസിലാണെങ്കിലും ഫ്രോഗിലാണെങ്കിലും ഹ്യൂമൻ ബീയിങ്സിലാണെങ്കിലും PAX6 ഫോർമേഷൻ നടന്നിട്ടില്ല എങ്കിൽ, PAX6 ഫോർമേഷൻ ഉണ്ടായിട്ടില്ല എങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഐ ഡെവലപ്മെൻറ്റ് ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. Okay, experiments recombining surface ectoderm with the optic vesicle from wild type and PAX6 mutant rat embryo demonstrated that PAX6 must be functional in the surface ectoderm for it to form a lens. PAX6 ഈ സർഫസ് എക്ടോഡേമിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അതൊരു ലെൻസ് ഡെവലപ്മെൻറ്റിലേക്ക് നയിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഹ്യൂമൻ ബീയിങ്സിലാണെങ്കിലും ഈ സ്പെക്ട്രം ഓഫ് ഐ മാൽഫോർമേഷൻസ് have been associated with a variety of PAX6 mutation. ഈ PAX6 പ്രൊഡ്യൂസ് ചെയ്യുന്ന അതുമായി ബന്ധപ്പെട്ട ജീനിന് എന്തെങ്കിലും തരത്തിൽ മ്യൂട്ടേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഹ്യൂമൻ ബീയിങ്സിൽ ഒത്തിരി ഐ മാൽഫോർമേഷൻസ് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ പിന്നെ റെസിപ്രോക്കൽ ഇൻഡക്ഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരു വൺ സെൽ അല്ലേ, ബ്രെയിൻ ബൾജസ് ഹെഡ് എക്ടോഡേമിനെ ഇൻഡ്യൂസ് ചെയ്യിക്കുമ്പോൾ ഹെഡ് എക്ടോഡേംസിസ് ലെൻസ് സെൽസ് ഫോം ചെയ്ത് ലെൻസ് സെൽസ് തിരിച്ചിങ്ങോട്ടും ഇൻഡക്ഷൻ ചെയ്യുന്നുണ്ട്. ദാറ്റ് റെസിപ്രോക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അത് അത്രയേ ഉള്ളൂ റെസിപ്രോക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് പറയുന്നത് ഇപ്പോൾ ലെൻസ് ഫോം ചെയ്ത് ലെൻസ് മറ്റൊരു ടിഷ്യൂസിനെ അത് എന്താ പറയുന്നത് ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ റെസ്പോണ്ടിങ് ടിഷ്യൂ അവർ തിരിച്ച് എന്താ പറയുന്നത് ഇൻഡ്യൂസർ ബിക്കംസ് ഇൻഡ്യൂസ്ഡ് ബൈ ദ ഇൻഡ്യൂസ്ഡ് സെൽസ്. അതാണ് റെസിപ്രോക്കൽ ഇൻഡക്ഷനിലൂടെ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെസിപ്രോക്കൽ ഇൻഡക്ഷൻ അല്ലെങ്കിൽ റെസിപ്രോക്കൽ ഇൻട്രാക്ഷൻ എന്താണെന്നൊന്ന് ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും. ദെൻ നെക്സ്റ്റ് ഈസ് ഇൻസ്ട്രക്റ്റീവ് ആൻഡ് പെർമിസീവ് ഇൻട്രാക്ഷൻസ്.
ഇൻസ്ട്രക്റ്റീവ് ആൻഡ് പെർമിസീവ് ഇൻട്രാക്ഷൻ. അതായത് ഈ ഇൻഡക്ഷൻ തന്നെ രണ്ട് ടൈപ്പായിട്ടാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഒന്ന് ഇൻസ്ട്രക്റ്റീവ് ഇൻട്രാക്ഷൻ, ഒന്ന് പെർമിസീവ് ഇൻട്രാക്ഷൻ. ഇൻസ്ട്രക്റ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ സിമ്പിളി ഇത്ര മാത്രമേ ഉള്ളൂ. രണ്ട് മോഡ് ഓഫ് ഇൻഡക്റ്റീവ് ഇൻട്രാക്ഷൻ ആണ് ഇവ. ഇൻസ്ട്രക്റ്റീവ് ഇൻട്രാക്ഷനിൽ എ സിഗ്നൽ ഫ്രം ദ ഇൻഡ്യൂസിങ് സെൽ ഈസ് നെസസറി ഫോർ ഇനീഷ്യേറ്റിംഗ് ന്യൂ ജീൻ എക്സ്പ്രഷൻ. ഓക്കെ, ഇൻ ദ റെസ്പോണ്ടിങ് സെൽ. Without the inducing cell, the responding cell is not capable of differentiating in that particular way. ഓക്കെ, അതായത് ഒരു സെല്ല് മസ്റ്റാണ് അല്ലേ, ഒരു സെല്ലിൽ നിന്നുള്ള സിഗ്നൽ മസ്റ്റാണ് മറ്റൊരു സെല്ല് ആക്ടിവേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ ഒരു സെല്ലിൽ നിന്നുമുള്ള സിഗ്നൽ മസ്റ്റാണ്. ഇറ്റ് ഈസ് നെസസറി ടു ഇനീഷ്യേറ്റിംഗ് ദ ന്യൂ ജീൻ എക്സ്പ്രഷൻ. അതിന് എക്സാമ്പിൾ പറയുന്നത് വൺ ഇൻസ്ട്രക്റ്റീവ് ഇൻട്രാക്ഷൻ ഇസ് വെൻ സിനോപ്പസ് ഒപ്റ്റിക് വെസിക്കിൾ experimentally placed under a new region of head ectoderm causes that region of the ectoderm to form a ലെൻസ്. അതായത് കറക്റ്റ് പൊസിഷൻ അല്ലാതെ നമ്മൾ ഇപ്പോൾ ഇത് പിന്നെ ഹെഡ് എക്ടോഡേമിൻ്റെ സെൽസിൻ്റെ വേറൊരു റീജിയനിലേക്ക് നമ്മൾ ഒപ്റ്റിക് വെസിക്കിൾസിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാലും ആ അവിടെ ലെൻസായിട്ട് ആ എക്ടോഡം ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതെന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർലി പറയുകയാണെങ്കിൽ ഈ ഒരു ബ്രെയിൻ ബൾജസ് അല്ലെങ്കിൽ ഒപ്റ്റിക് വെസിക്കിൾ ലെൻസ് എന്ന് പറയുന്ന ആ ഇൻഡ്യൂസർ മസ്റ്റാണ്, അല്ലെങ്കിൽ അത് നെസസറിയാണ്. ആ ഒരു സെല്ലാണ് ആവശ്യം, ഇൻഡ്യൂസറാണ് അവിടെ ആവശ്യം അല്ലേ. ഒരു പെർട്ടിക്കുലർ സെല്ലിൻ്റെ ഫേറ്റിനെ കൃത്യമായിട്ട് മാറ്റാൻ കഴിയുന്നു അതിൻ്റെ പ്രസൻസിലെങ്കിൽ നമുക്കതിന് ഇൻസ്ട്രക്റ്റീവ് ഇൻട്രാക്ഷൻ എന്ന് പറയാം. സെക്കൻഡ് ടൈപ്പ് ഇൻഡക്റ്റീവ് ഇൻട്രാക്ഷനാണ് പെർമിസീവ് ഇൻട്രാക്ഷൻ. ഇവിടെ സംഭവിക്കുന്നത് ഇപ്പോൾ റെസ്പോണ്ടിങ് ടിഷ്യൂ ഇപ്പോൾ സ്പെസിഫൈഡ് ആയി കഴിഞ്ഞു, അതായത് ഇപ്പോൾ ഹെഡ് എക്ടോഡം ലെൻസ് സെൽസ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഓക്കെ, ലെൻസ് സെൽസ് ആവാനായിട്ട് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഓൺലി നീഡ്സ് ദ എൻവിയോൺമെൻറ്റ് ദാറ്റ് അലോസ് ദ എക്സ്പ്രഷൻ ഓഫ് ദീസ് ട്രെയ്റ്റ്സ്. ഇനി ഈ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു എൻവിയോൺമെൻറ്റ് കിട്ടിയാൽ മാത്രം മതി. അതായത് സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒന്ന് ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വന്നാൽ മാത്രം മതി അല്ലേ. അപ്പോൾ അതാണ് പെർമിസീവ് ഇൻട്രാക്ഷൻ, അതായത് അതിൻ്റെ ഒരു പർട്ടിക്കുലർ എൻവിയോൺമെൻറ്റ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് മെനി ടിഷ്യൂസ് നീഡ് ആൻ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ടു ഡെവലപ്പ് അല്ലേ. അപ്പോൾ പല ടിഷ്യൂസിനും ഒരു പർട്ടിക്കുലർ എക്സ്ട്രാ സെല്ലുലാർ എൻവയോൺമെൻറ്റ് വേണം ഡെവലപ്പ് ചെയ്യാനായിട്ട്. എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സ് ഡസ് നോട്ട് ഓൾട്ടർ ദ ടൈപ്പ് ഓഫ് സെൽ ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബട്ട് ഇറ്റ് എനേബിൾസ് വോട്ട് ഹാസ് ഓൾറെഡി ബീൻ ഡിറ്റർമൈൻഡ് ടു ബി എക്സ്പ്രസ്ഡ് അല്ലേ. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ എന്താണോ അത് എന്താവാനായിട്ടാണ് ഒരു സെൽ ഫേറ്റ് എന്താണോ ആ സെൽ ഫേറ്റിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ഇറ്റ് എനേബിൾസ് വാട്ട് ഹാസ് ഓൾറെഡി ബീൻ ഡിറ്റർമൈൻഡ് ടു ബി എക്സ്പ്രസ്ഡ്. അതാണ് പെർമിസീവ് ഇൻട്രാക്ഷൻ. അപ്പോൾ ഒരു സ്റ്റെം സെൽസിനെയൊക്കെ നമുക്ക് സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തിൽ പറയാം, അത് ഇൻസ്ട്രക്റ്റീവ് ഇൻട്രാക്ഷനിൽ പറയാം. അതിനുശേഷം പിന്നെ ഒരു സെല്ലൊരു ഓർഗനായിട്ട് മാറുന്നത് നമുക്ക് പെർമിസീവ് ഇൻട്രാക്ഷനിൽ നമുക്ക് പറയാം. ഓക്കെ, സോ ഡ്രമാറ്റിക് എക്സാമ്പിൾ ഓഫ് പെർമിസീവ് ഇൻട്രാക്ഷൻ അറ്റ് വർക്ക് അത് നമുക്ക് പറയണ്ട, അതിൽ വളരെ നല്ലൊരു എക്സാമ്പിളാണ്. Proteins like fibronectin, collagen, laminin held together the rest of the ECM extracellular matrix and maintain the intricate shape of the heart. The researchers then infused this extracellular matrix scaffold with the cardiomyocytes. Surprisingly, these cells differentiated and organized into a functionally contracting recellularized heart. അപ്പോൾ ഇവിടെ പറയുന്നത് ഡോറിസ് ടൈലറിൻ്റെ റിസർച്ച് ഗ്രൂപ്പ് നടത്തിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ്. ഈ എക്സ്പെരിമെൻറ്റിൽ they used the detergents to remove all the cells from a cadaveric rat heart. ഒരു കാഡവറിക് റാറ്റിൻ്റെ ഹാർട്ടിൽ നിന്നും അവർ സെല്ലെല്ലാം ഡിറ്റർജൻസ് ഉപയോഗിച്ച് അവർ റിമൂവ് ചെയ്തിട്ട് അവിടുത്തെ വിച്ച് ലീവ്സ് ബിഹൈൻഡ് ദ നാച്ചുറൽ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിനെ റിവീൽ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ മെമ്പറൈനൊക്കെ റിവീൽ ചെയ്ത് കഴിഞ്ഞിട്ട് റിമൂവ് ചെയ്തു. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ നമുക്കറിയാം പ്രോട്ടീൻസ് ലൈക്ക് ഫൈബ്രോനെക്റ്റിൻ, കൊളാജൻ, ലാമിനിൻ ഇതൊക്കെ ഉണ്ടാകും അല്ലേ. They held together the rest of the extracellular matrix and maintain the intricate shape of the heart. ഓക്കെ, അപ്പോൾ അവിടെ നമുക്കറിയാം ഫൈബ്രോനെക്റ്റിൻ, കൊളാജൻ, ലാമിനിൻ ഇതൊക്കെ നമ്മുടെ ഈ സെൽസിനെ പിടിച്ചു നിർത്തുന്ന ഡെൻസ് റെഗുലർ ടിഷ്യൂസ് ഉണ്ടായിരിക്കുന്ന പിന്നെ സബ്സ്റ്റൻസ് ആണ് കൊളാജൻ, ലാമിനിൻ, ഫൈബ്രോനെക്റ്റിൻ എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിനെ മെയിൻറ്റെയിൻ ചെയ്തു. റിസർച്ചേഴ്സ് ദെൻ ഇൻഫ്യൂസ് ദി CCM, ഈ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിനെ ഇൻഫ്യൂസ് ദി CCM
scaffold with cardiomyocytes. Surprisingly, these cells differentiated and organized into functionally contracting recellularized heart. ഓക്കെ, അപ്പോൾ ഇവർ പിന്നീട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ കാർഡിയോമയോസൈറ്റ്സുമായിട്ട് അല്ലെങ്കിൽ കാർഡിയോമയോസൈറ്റ്സിലേക്ക് അല്ലെങ്കിൽ ആ മസിൽ സെൽസ് ഉണ്ടല്ലോ, ആ മസിൽ സെൽസിലേക്ക് ഇവയെ ഇൻഫ്യൂസ് ചെയ്യിപ്പിച്ചു. ഓക്കെ, ഇവ ഇൻഫ്യൂസ് ചെയ്യിച്ചപ്പോൾ അതായത് ഈ പിന്നെ ECM എക്സ്ട്രാ സെല്ലാർ മാട്രിക്സിനെ ഈ പറയുന്ന കാർഡിയോമയോസൈറ്റ്സിലേക്ക് ഇൻഫ്യൂസ് ചെയ്യിപ്പിച്ചു. ഓക്കെ, അങ്ങനെ ഇൻഫ്യൂസ് ചെയ്യിപ്പിച്ചപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഒരു റീസെല്ലുലറൈസ്ഡ് ഹാർട്ട് ഫോം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കിയത് എൻവയോൺമെൻറ്റൽ കണ്ടീഷൻസ് ഓഫ് ദ ഡീസെല്ലുലറൈസ്ഡ് ECM were permissive in allowing cardiomyocyte to recreate contracting heart muscle. അല്ലേ, അപ്പോൾ ഇവിടെ ആ പർട്ടിക്കുലർ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എക്സ്ട്രാ സെല്ലാർ, ഇപ്പോൾ ഇതാണ് ഒരു കൂട്ടം സെല്ലുകളെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള എക്സ്ട്രാ സെല്ലാർ മാട്രിക്സിൻ്റെ കേസാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സ്ട്രാ സെല്ലാർ മാട്രിക്സ് സ്കഫോൾഡ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ സെല്ലാർ മാട്രിക്സ് സ്കഫോൾഡ് അല്ലെങ്കിൽ അത് ഒരു കൂട്ടം സെല്ലുകളുടെ ഇടയിലുള്ള ഈ ECM എന്ന് പറയുന്നത് ഡിഫറൻഷിയേഷനെ ഇറ്റ് ക്യാൻ പ്രൊമോട്ട് ദ ഡിഫറൻഷിയേഷൻ. ഓക്കെ, ഇറ്റ് ക്യാൻ പ്രൊമോട്ട് ദ ഡിഫറൻഷിയേഷൻ, അതായത് എൻവയോൺമെൻറ്റിന് ഈ സെല്ലുകളിൽ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ സെല്ലാർ മാട്രിക്സിന് സെല്ലിൻ്റെ ഡിഫറൻഷിയേഷനിൽ ഒരു പ്രാധാന്യമുണ്ട്. ഇറ്റ് ക്യാൻ പ്രൊമോട്ട് ദ ഡിഫറൻഷിയേഷൻ എന്നാണ് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ കൊണ്ടാണ്, ഈ ഒരു എക്സ്പെരിമെൻറ്റ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഓർത്താൽ മതി. ഡോറിസ് ടൈലറും അവരുടെ റിസർച്ച് ഗ്രൂപ്പും നടത്തിയ ഈ ഒരു കാർഡിയോമയോസൈറ്റ്സിൻ്റെമായിട്ട് ഈ ECM ഇൻഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഈ ഒരു എക്സ്പെരിമെൻറ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതിയാവും പെർമിസീവ് ഇൻട്രാക്ഷന് വേണ്ടിയിട്ട്. കാരണം അവിടെ നമുക്കറിയാം ഫൈബ്രോനെക്റ്റിനും ഫൈബ്രോനെക്റ്റിൻ, കൊളാജൻ, ലാമിനിൻ ഇവയൊക്കെ ഈ എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിലുള്ളത് കൊണ്ട് അവ വീണ്ടും ഒരു ഹാർട്ടിനെ റീസെല്ലുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് വീണ്ടും ആ ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവ സഹായിക്കുന്നു എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയുന്നു. സെല്ലിന് വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ടൊരു എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ പെർമിസീവ് ഇൻട്രാക്ഷനിൽ അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒന്ന് ഓർത്തിരിക്കാവുന്നതാണ്. അതുപോലെ ഇൻസ്ട്രക്റ്റീവ് ഇൻട്രാക്ഷനും പെർമിസീവ് ഇൻട്രാക്ഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് 2016-17 ഡിസംബർ എക്സാമുകളിലൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, അത് ഓർത്തിരിക്കുക. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഓൾ.